ഹായ്, മീറ്റ് ദ എക്സ്പെർട്ടിൻ്റെ അടുത്തൊരു സെഗ്മെൻറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിമിഷങ്ങളാണ് പ്രഗ്നൻസിയും ചൈൽഡ് ബർത്തും. പക്ഷേ കുട്ടി ഉണ്ടായതിനു ശേഷം ബ്രസ്റ്റ് ഫീഡിങ് ചിലർക്കെങ്കിലും പ്രോബ്ലം ആകാറുണ്ട്. ഇന്ന് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് കാരിത്താസിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുനു ജോണാണ്. ഡോക്ടർ സുനു, വെൽക്കം. താങ്ക് യു. ഡോക്ടർ സുനു, ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് അല്ലേ, എന്തിനാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നത്? ഡോക്ടർ ജി, ബ്രസ്റ്റ് ഫീഡിങ്ങിന് അഡ്വാൻറ്റേജസേ ഉള്ളൂ, ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ഏറ്റവും സമ്പൂർണ്ണമായ ഒരു ആഹാരമാണ്. അതായത് അമ്മ തൻ കുഞ്ഞിന് അമ്മിഞ്ഞം പാൽ അമൃതം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആ അമൃത് തന്നെയാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് എല്ലാ കണ്ടൻസും ഉണ്ട്. അതായത് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ കണ്ടൻസും. വളർച്ചയെന്ന് പറഞ്ഞാൽ ശാരീരികമായ വളർച്ചയ്ക്കും അതെ, ബുദ്ധിപരമായ വളർച്ചയ്ക്കും അതെ, പ്രതിരോധശേഷിക്കും അതെ, എല്ലാത്തിനുമുള്ളൊരു അമൃത് തന്നെയാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ബ്രസ്റ്റ് മിൽക്കിനകത്ത് ആവശ്യത്തിനുള്ള ഷുഗറുണ്ട്, പ്രോട്ടീനുണ്ട്, കൊഴുപ്പുണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അയൺ ഉണ്ട്, എല്ലാ സാധനങ്ങളായാലും അത് കംപ്ലീറ്റ് ഫുഡാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ അമ്മമാരും അവരവരുടെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണം. ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ. അമ്മയുടെ ചുമതലയാണ് എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുത്ത് വളർത്തണം എന്നുള്ളത്. ഡെലിവറി സാധാരണ സിസേറിയൻ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി. ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞും നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാവോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാം. അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ തന്നെ ഫീഡ് ചെയ്യാം. അതിനാണ് നമ്മൾ ഈ കങ്കാരു മദർ കെയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ അപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ എപ്പിസിയോട്ടമി സ്യൂച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ കുഞ്ഞിനെ കൊടുത്താൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. സിസേറിയൻ കഴിയുമ്പോൾ ചിലപ്പം സ്പൈനൽ അനസ്തീഷ്യ, ജനറൽ അനസ്തീഷ്യ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം ജനറൽ അനസ്തീഷ്യ എന്നൊക്കെ ചിലപ്പോൾ അമ്മ റിക്കവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കാം. അതുകൊണ്ട് എത്ര പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നോ ഒരു 3-4 മണിക്കൂറുണ്ട് അതിനുള്ളിൽ തന്നെ നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കുഞ്ഞിനും ചിലപ്പം കുറച്ച് ഷുഗറൊക്കെ താഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അമ്മയ്ക്കങ്ങ് ഫീഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഈ ലാക്ടേഷനും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് എത്രയും നേരത്തെ കൊടുക്കാവോ അത്രയും നല്ലത്. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഐഡിയൽ പൊസിഷൻ ഏതാണ്? കിടന്നുകൊണ്ട് കൊടുക്കുന്നതാണോ അതോ സിറ്റിംഗ് പൊസിഷൻ കൊടുക്കുന്നത്? ഏറ്റവും നല്ലത് ഏതാണ്? ഏറ്റവും നല്ലത് ഇരുന്ന് കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷേ പല അമ്മമാരും കിടന്നുകൊണ്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഒപ്പി വരുമ്പോൾ പലപ്പോഴും ഞാനും അമ്മമാരും തമ്മിൽ വഴക്കുണ്ടാകുന്ന ഒരു കാര്യം ഇതാണ്, അവർ കിടന്നുകൊണ്ടേ കൊടുക്കുകയുള്ളൂ. നമുക്ക് ആർക്കെങ്കിലും കിടന്നുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയല്ലേ കുഞ്ഞിനും. അപ്പോൾ എപ്പോഴും ഇരുന്നുകൊണ്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇടത് സൈഡിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ കൈ നമ്മളിങ്ങനെ പിടിച്ചിട്ട് കുഞ്ഞിൻ്റെ തല ഇവിടെ വരണം. ആ സ്ട്രെയിറ്റ് ആയിട്ട് കൈ തന്നെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് നിപ്പിൾ മാത്രം പോരാ, അതിന് ചുറ്റുമുള്ള ഭാഗം, ആ ഒരു എരിയോള എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതും കൂടെ അകത്ത് ചെന്നാലേ കുഞ്ഞിന് പാല് കിട്ടുള്ളൂ. അതിൽ സക്ക് ചെയ്യുമ്പോഴാണ് റിഫ്ലെക്സസ് വന്നാണ് അമ്മയ്ക്ക് പാലുണ്ടാകുന്നത്. ട്വിൻസ് ആണെങ്കിലും നമുക്ക് ഈ കയ്യിലും വെച്ച് ഒരേ സമയം തന്നെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പല പിക്ചേഴ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മമാർ ഫീഡ് ചെയ്യുന്നത്. കിടന്നു കൊടുക്കുമ്പോൾ ഉള്ള ദോഷമെന്ന് വെച്ചാൽ പാല് പെട്ടെന്ന് വിക്കിയാൽ ശ്വാസകോശത്തിലോട്ട് പോകാം. രണ്ടാമത് ഇപ്പം ജലദോഷമോ ചുമയോ അങ്ങനെയൊക്കെ ഉള്ളപ്പം പെട്ടെന്ന് ചെവിക്ക് ഇൻഫെക്ഷൻ വരുന്നതും ഈ കിടന്നു കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് കഴിവതും കിടന്നു കൊടുക്കുന്ന പൊസിഷൻ അവോയ്ഡ് ചെയ്യുക, ഇരുന്നുകൊണ്ട് തന്നെ കൊടുക്കുക. അമ്മ വളരെ കംഫർട്ടബിളായിട്ട് കസേരയിരുന്ന് ബ്രസ്റ്റ് ഫീഡിങ് ചെയർസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും. വളരെ കംഫർട്ടബിളായിട്ട് ഒരു പില്ലോ ബാക്കി വെച്ചിട്ടോ കുഞ്ഞിനെ മടിയിൽ ഒരു പില്ലോയുടെ മുകളിൽ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും വളരെ സന്തോഷകരമായി എൻജോയ് ചെയ്ത് കുഞ്ഞും അമ്മയും എൻജോയ് ചെയ്ത് വേണം നമ്മൾ പാല് കൊടുക്കാൻ. ഡോക്ടേഴ്സിന് അടുത്ത് ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ് ഈ ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് ഡേ ഒക്കെ റൗണ്ട്സ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും അമ്മമാരും പിന്നെ മദേഴ്സും ഇവരെല്ലാം വെറുതെ പാല് തീരെയില്ല, വരുന്നില്ല. കൊച്ചു രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എക്സ്ട്രാ ഫീഡ് കൊടുത്തിട്ടാണ് കരച്ചിൽ നിർത്തിയത്. ഈ പാല് കുറവും ഈ കൊച്ച് എക്സ്ട്രാ ഫീഡ് കൊടുക്കുമ്പോൾ കരച്ചിൽ നിർത്താണ്ട് എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? സത്യം പറയാമല്ലോ, എല്ലാ അമ്മമാർക്ക് അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള പാലുണ്ട്. അൺലെസ് ഇപ്പം അമ്മയ്ക്ക് ഭയങ്കര സിവിയറായിട്ട് ഇപ്പം സിക്കാണ്, വേറെ എന്തെങ്കിലും ഭയങ്കര നല്ല അസുഖമായിട്ട് കിടക്കും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പാല് കൊടുക്കാതിരിക്കാൻ ആവശ്യം പോലും വരുന്നുള്ളൂ. അമ്മയിൽ നിന്ന് ആദ്യം വരുന്ന പാല് ആദ്യത്തെ 48 മണിക്കൂർ ഒരു മഞ്ഞ ദ്രാവകം വരുന്നത്, അതിൻ്റെ പേരാണ് കൊളോസ്ട്രം. അത് എന്തായാലും കുഞ്ഞിന് നൽകിയിരിക്കണം. കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ ആൻറ്റിബോഡി, പ്രതിരോധശേഷിക്കുള്ള ആൻറ്റിബോഡി എല്ലാം ഉള്ളത് കൊളോസ്ട്രത്തിലാണ്. കൊളോസ്ട്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫസ്റ്റ് വാക്സിനേഷൻ എന്ന് തന്നെ പറയാം കുഞ്ഞിന്. പിന്നെ പാലുണ്ടാകുന്നത് എങ്ങനെ? കുഞ്ഞ് സക്ക് ചെയ്യാതെ പാലുണ്ടാകത്തില്ല. കുഞ്ഞ് സക്ക് ചെയ്ത് ആ റിഫ്ലെക്സസ് വന്നാണ് അമ്മയുടെ ഹോർമോൺസ് ആക്ട് ചെയ്താണ് പാലുണ്ടാകുന്നത്. അപ്പോൾ എത്രത്തോളം കുഞ്ഞ് സക്ക് ചെയ്യുന്നോ അത്രത്തോളം പാൽ അമ്മയ്ക്കുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ജനിച്ച ഉടനെ തന്നെ ഒരു വിതിൻ ഹാഫ് ആൻ അവറൊക്കെ തന്നെ നമ്മൾ സക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അമ്മമാർക്കും ആവശ്യത്തിനുള്ള പാലുണ്ടാവും. പിന്നെ ഇപ്പം പ്രീടേം ബേബീസ് അല്ലെങ്കിൽ മാസം തികയാത്ത കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഷുഗർ താഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഒരു ഡോക്ടർ പീഡിയാട്രിഷ്യൻ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല ഫീഡ് ആ ഒരു സമയത്തേക്ക് മാത്രം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ആസ് എ പീഡിയാട്രിഷ്യൻ എന്ന നിലയിൽ
ഈ സെക്കൻഡ് ഡേ ഒക്കെ പാല് കുറവാകുമ്പോഴത്തേക്കും ഈ ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ട് ഒത്തിരി സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ചില പെരിനോം പോലത്തെ ടാബ്ലറ്റ്സ്, പിന്നെ ഗാലക്ടോഗസ്, കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൊടുക്കുന്നതിന് പേഴ്സണലി ഡോക്ടർ സുനിലിൻ്റെ അഭിപ്രായം എന്താ? എനിക്ക് സത്യമായിട്ട് എനിക്ക് അതിനോടൊരു യാതൊരു അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ മെഡിസിൻസ് ഒക്കെ യൂഷ്വലി ഗൈനക്കാണല്ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഏത് മരുന്നും അമ്മമാർക്ക് അധികം ഈ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ ഭയങ്കര ഒരു ഡിസാറ്റിസ്ഫൈഡ് ആവും. ഡോക്ടർ എന്തെങ്കിലും വേണം, അപ്പം നമ്മൾക്ക് കൂടുതൽ പ്രഷർ ഇടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധാരണ കൊടുക്കുകയും ചെയ്യും. പക്ഷേ അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രസ്റ്റ് എൻകോറേജ്മെന്റ്. അതാ, അതിനുവേണ്ടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മളൊരു ലാക്ടേഷൻ കൗൺസിലറെ വരെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 4 പേരുണ്ട്. അവരാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ അമ്മയുടെ ചുറ്റും നിൽക്കുന്ന ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സ് ഉണ്ട്, അവർ അമ്മയുടെ കോൺഫിഡൻസ് ഒന്നാമതേ കൂട്ടണം. അവരും ചുറ്റും നിന്ന് പറയും, അയ്യോ ഒട്ടും പാലില്ല, ഇവർക്ക് പാല് വരുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അമ്മയുടെ കോൺഫിഡൻസ് പോകും. അമ്മയ്ക്ക് ഏറ്റവും നല്ലത് അമ്മ കംഫർട്ടബിൾ ആയിട്ടിരുന്ന, അമ്മ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന, പിന്നെ ഒത്തിരി വിസിറ്റേഴ്സ് ഒന്നും ഇല്ലാതെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കൊടുത്താൽ തന്നെ പാലുണ്ടാവും. പിന്നെ വളരെ അത്യാവശ്യമാണ്, നമുക്ക് അങ്ങനെ ഒരു ഇൻഡിക്കേറ്റഡ് കേസസിന് മാത്രമേ നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കുന്നതിന് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞ് ഫീഡ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചിലപ്പം ഒത്തിരി വെളിയിലുള്ള ആൾക്കാരൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ 2-3 മാസമൊക്കെ ഇവിടെ നിന്നിട്ട് പിന്നെ കൊച്ചിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ അവർ ആദ്യത്തെ 3 മാസമൊക്കെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സപ്രഷന് വേണ്ടിയിട്ട് മരുന്ന് ചോദിക്കും, നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പം ഈ സപ്രസൻ്റ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ അവർക്ക് പാലുണ്ടാകാൻ കുറയോ കൂടുമോ? അതിനുള്ള പോസിബിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? അല്ല, ഈ ഡോക്ടർ രജി പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ഇപ്പോഴത്തെ എല്ലാ അമ്മമാരും 3 മാസം ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് കുഞ്ഞുങ്ങൾ. പക്ഷേ ഡോക്ടർ രജിക്ക് അറിയാവോ, എൻ്റെ ഒരു പേഷ്യൻറ്റ് NRI ആയിരുന്നു, സൗദിയിലെ നേഴ്സാണ്. പുള്ളിക്കാരിക്ക് ഡെഫിനറ്റ്ലായിട്ട് കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കുള്ളൂ, നിർബന്ധമായിരുന്നു. അപ്പോൾ അതിന് പുള്ളിക്കാരി ചെയ്തെന്താ പറയുക, എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് പാലുകൾ പല കുഞ്ഞു പാത്രങ്ങളിലായിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ് അവർ പോയത്. അടുത്ത 6 മാസം അവർ ആ കുഞ്ഞിനെ ഫീഡ് ചെയ്തു. പിന്നെ അതിനുശേഷം അപ്പോൾ ഏകദേശം കുഞ്ഞൊരു 9 മന്ത്സേ, അപ്പം നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയമായി. അതിനുശേഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അമ്മയെ ഇപ്പോഴും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ എല്ലാ അമ്മമാരും വരുമ്പോഴും ഈ കാര്യം പറയും. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 മന്ത്സ് കഴിഞ്ഞാൽ ഇപ്പം അമ്മ ഇവിടെ തന്നെ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാം. അത് പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. നമ്മൾ അമ്മയുടെ പാല് പിഴിഞ്ഞ് ചെറിയ കുഞ്ഞു പാത്രങ്ങൾ കിട്ടും, അതിനകത്ത് നമുക്ക് പിഴിഞ്ഞ് വെക്കാം. ഇപ്പം നമ്മൾ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുവാണെങ്കിൽ നമുക്കൊരു 4 to 6 hours വരെ വെച്ചിട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 24 hours വെക്കാം. പിന്നെ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ എത്രയോ നാളുകൾ ബ്രസ്റ്റ് മിൽക്ക് ഇരിക്കും. പിന്നെ അമ്മ ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫോർമുല ഫീഡിലോട്ട് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു 4 months കഴിയുമ്പോൾ വീനിങ്ങും കൂടെ തുടങ്ങിയാൽ, കുറുക്കൊക്കെ തുടങ്ങിയാൽ അത് നമുക്കൊത്തിരി കുഞ്ഞിന് ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലാതെ ഈ ബ്രസ്റ്റ് മിൽക്ക് സപ്രസനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. സാധാരണ കുഞ്ഞ് സഖ്യാതിരിക്കുമ്പോൾ തന്നെ പാല് നാച്ചുറലി കുറഞ്ഞ് അങ്ങ് നിന്ന് പോകും. അങ്ങനെയാണ്. അടുത്ത ചോദിക്കാനുള്ളത്, ഈ എക്സ്ക്ലൂസീവായിട്ട് എത്ര നാൾ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കും? പിന്നെ കൊച്ചിന് എത്ര വയസ്സ് വരെയാണ് നമ്മൾ ഈ മിൽക്ക് കൊടുക്കേണ്ടത്? ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇതിലാണ് ഞാനും അമ്മമാരും OPയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. നിങ്ങൾ നോക്കിക്കോ, 6 മാസം വരെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്താൽ ആ കുഞ്ഞ് വളരെ, അതായത് അതിൻ്റെ IQ ഒരു 6 to 8 points കൂടുതലാണ്. അതിൻ്റെ പ്രതിരോധശേഷി അതിലും കൂടുതലാണ്. അസുഖങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെ 6 മാസം വരെ അമ്മയുടെ പാല് മാത്രം കൊടുത്തിട്ട് 6 മാസത്തിന് ശേഷം നമ്മൾ കുറുക്ക് തുടങ്ങുവാണ്. അതായത് കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ WHO ഇതനുസരിച്ച് നമ്മൾ ഈ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിൽ നമുക്കൊരു 6-7 ഫുഡ്സ് നമുക്ക് പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ബ്രസ്റ്റ് മിൽക്ക് ഷുഡ് ബി കണ്ടിന്യൂഡ്. ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും തുടർന്ന് 2 വയസ്സ് വരെയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രസ്റ്റ് മിൽക്ക് തുടരണമെന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ ചിലപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ ചില പരസ്യമൊക്കെ കാണാറുണ്ട്. ചില ഹോസ്പിറ്റലൊക്കെ MBFHI ഒക്കെ ആണെന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്താണ് ആക്ച്വലി അത് മീൻ ചെയ്യുന്നത്? അതായത് M എന്ന് പറഞ്ഞാൽ മദർ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്. നമ്മുടെ കാരിത്താസ് MBFHI അക്രഡിറ്റഡ് ആണ്. അതായത് എല്ലാ ബേബീസിനും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 6 മാസം വരെ മുലപ്പാൽ മാത്രം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഫോർമുല ഫീഡ് കൊടുക്കാൻ പാടില്ല, കുപ്പികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, ബോട്ടിൽ ഫീഡ് ഒരിക്കലും നല്ലതല്ല. പിന്നെ അമ്മയും ബേബിയും എപ്പോഴും കംഫർട്ടബിളായിട്ട് 6 months വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. ഇതാണ് MBFHI. ഇതിപ്പം പല ഹോസ്പിറ്റലും സർട്ടിഫൈഡ് ആയിട്ടുണ്ട്. കാരിത്താസ് സർട്ടിഫൈഡ് ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 years ആയി. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് കൊടുക്കാവുന്ന ഒരു ജനറൽ അഡ്വൈസ് നിൻ്റെ പ്രേക്ഷകർക്കൊന്ന് കൊടുക്കാമോ?
ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെ നമ്മൾ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക്, അതായത് ലോക മുലയൂട്ടൽ വാരമാണ് നമ്മൾ ആഘോഷിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതിലെന്തിനാണ് അതങ്ങനെ ഒരു ആഘോഷം ഉണ്ടാകുന്നത്? എല്ലാ അമ്മമാരും അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തന്നെ കൊടുക്കാൻ വേണ്ടിയാണ് അതിനകത്തൊരു ആഹ്വാനം വരുന്നത്. ഇപ്പോൾ ഒരു പശു അതിൻ്റെ കുഞ്ഞുണ്ടായാൽ അതിൻ്റെ പാൽ അത് പശുവിന് കുഞ്ഞിന് കൊടുക്കും. പക്ഷേ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ മടിക്കുന്നവർ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മളെപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് 2 years വരെ കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയാണ് നമ്മൾ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് അല്ലെങ്കിൽ ലോക മുലയൂട്ടൽ വാരം ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെ നമ്മൾ പല പല പരിപാടികൾ നമ്മുടെ ഹോസ്പിറ്റലും എല്ലായിടത്തും ആഘോഷിച്ചുകൊണ്ട് ചെയ്യുന്നത്. മീറ്റ് ദി എക്സ്പെർട്ടിൻ്റെ ഈ സെഗ്മെൻറ്റിൽ എൻ്റെയോടൊപ്പം വന്നിരിക്കുന്ന ഡോക്ടർ സുനുവിനെ എല്ലാവിധ താങ്ക്സും നേരുന്നു. വീണ്ടും അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.